ഹലോ. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഇയറിങ്സ് ആട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയിരുന്നപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഈ ബീഡ്സ് യൂസ് ചെയ്തിട്ട് സെയിം ഇയറിങ്സ് ഉണ്ടാക്കുമോ എന്നുള്ളത്. അപ്പം ഞാൻ അതുപോലെ തന്നെ ഒരു ഇയറിങ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് മെറ്റീരിയൽസ് കാണാം. സെയിം മെറ്റീരിയൽസാണ് കഴിഞ്ഞ പ്രാവശ്യം എടുത്തത് തന്നെ മൾട്ടി കളറുള്ള ഹാർഡ് ബീഡാണ് എടുത്തേക്കണത്. അപ്പോൾ നമ്മൾ ഇയറിങ്സ് ആയതുകൊണ്ട് സെയിം കളറുകൾ തന്നെ രണ്ട് സൈഡിലും വരാനുള്ളത് നോക്കണം. അപ്പോൾ ഞാൻ 4 കളർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ട് സൈഡിലേക്കും ഒരേപോലത്തെ 4 കളർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 8 ബീഡാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മുടെ 3mm വൈറ്റ് കളർ പേൾ ബീഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയിനാണ്. നമ്മൾ ചെയിൻ കട്ട് ചെയ്ത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് എത്ര ലെങ്ത്ത് വേണം അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 4 പീസ് ഒരേ അളവിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 4ഉം ഒരേ ലെങ്ത്ത് ആട്ടോ. ഞാനിപ്പോൾ ഒരു ഇയറിങ്ങും 3 ഹാങ്ങിങ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2 എണ്ണം ഒരേ അളവിലും ഒരെണ്ണം ഇച്ചിരി അതിനേക്കാളും വലിപ്പം കൂടിയിട്ട് അങ്ങനെയാണ് 3 എണ്ണം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 2 സൈഡിലേക്കായിട്ട് ഇവിടെ 4 എണ്ണം ഒരേ അളവിന് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 എണ്ണം അതിനേക്കാൾ ഒരു പൊടിക്ക് വലിപ്പം കൂടുതലായിട്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് എടുക്കണം നമ്മളെ ഹെഡ് പിന്നുകളായിട്ട് എടുത്തിരിക്കണേ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഐ പിന്നാണ് കൂടുതലും യൂസ് ചെയ്തേക്കണേ. ഇതിൽ ഹെഡ് പിന്നാണ് ഞാൻ യൂസ് ചെയ്യണത് കേട്ടോ. ബോൾ പിന്ന് കയ്യിലുണ്ടെങ്കിൽ അതെടുത്താലും മതി, അതായിരിക്കും കൂടുതൽ ഭംഗി വരാം. പിന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ കമ്മലിൻ്റെ ഹാങ്ങിങ് ആണ് കേട്ടോ. ഇനി നമുക്ക് 2 ഐ പിന്നും കൂടി വേണം, എന്നാലേ നമ്മുടെ കമ്മലിവിടെ റെഡിയാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് കമ്മലുണ്ടാക്കിയാലോ. അപ്പോൾ അതേ നമ്മുടെ ഐ പിന്ന് ഇവിടെ എടുക്കുക. ഐ പിന്നിലേക്ക് നമ്മുടെ 3mm ബീഡ്സ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ മുകളിലേക്ക് ഏത് കളർ ബീഡാണോ നമുക്കിഷ്ടമുള്ളത്, അപ്പോൾ ഞാനിവിടെ ബ്ലൂ ആണ് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ആ ബ്ലൂ ബീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 3mm ബീഡ് ഇട്ട് കൊടുത്തിട്ട് അത് വളച്ച് ലോക്കാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ലോക്കാക്കി എടുത്തിട്ടുണ്ട്. ലോക്കാക്കി എടുത്തതിന് ശേഷം നമ്മുടെ ഹാങ്ങിങ് ആണ് അതിലേക്ക് കടത്തി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കടത്തി കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുകൾ വശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഹെഡ് പിന്നിലേക്കാണ് ഇനി നമുക്ക് ബീഡ്സ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഹെഡ് പിൻ എടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 3mm ബീഡ് ഇട്ട് കൊടുക്കുക, ഹാർഡ് ബീഡ് ഇട്ട് കൊടുക്കുക, 3mm ബീഡ് ഇട്ട് കൊടുക്കുക, ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ചെയിൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് സെൻറ്ററിലേക്ക് ഏത് കളർ ബീഡാണോ വരേണ്ടത് അതിലേക്ക് നമ്മൾ വലിയ ചെയിനായിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. സെൻറ്ററിലായിട്ടാണ് ഞാൻ വലിയ ചെയിൻ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാ ബീഡിലും ഒരേ ചെയിൻ വീതം ഇട്ട് കൊടുത്തതിന് ശേഷം മാറ്റി മാറ്റി വെച്ചതിന് ശേഷമാണ് ലാസ്റ്റ് നമ്മൾ എല്ലാതും കൂടി കണക്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ചാനലിൽ ഇതുപോലത്തെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ബീഡ്സിലും ഞാൻ ചെയിൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത് വെച്ച ഹാങ്ങിങ്ങിലേക്കാണ് നമ്മൾ ചെയിൻ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ സെക്കൻഡായിട്ടാണ് നമ്മൾ ലെങ്ത്ത് കൂടിയത് ഇട്ട് കൊടുക്കേണ്ടത്. അതിന് ശേഷം പിന്നെ ലെങ്ത്ത് കുറഞ്ഞത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇയറിങ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ലെങ്ത്ത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇയറിങ്സ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.